ഇപ്പോൾ കെ വി തോമസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. കോൺടാക്ട് ചെയ്ത് ആ സ്വകാര്യ ഏജൻസികളെയാണ്, ആ ഏജൻസികളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ പിന്നെ നോർക്ക അപ്പം തന്നെ അലർട്ട് ചെയ്തു, സ്പെഷ്യൽ നമ്പർ ഡെസ്കും തുടങ്ങും. നോർക്കയുടെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, പ്രത്യേകിച്ച് പിന്നെ റിസർവ് കമ്മീഷനും ഉണ്ട്. ഈ എൻ രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം ആരൊക്കെ വരുന്നു? കുടുംബത്തിലെ എല്ലാവരും തിരിച്ചു വരണം? അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് മകനാണ് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ എത്തിയത്. അപ്പോൾ അത് ഈ ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ചു. മകൻ അവിടെ ശ്രീനഗറിൽ എത്തിയിട്ട് ഒന്നിച്ച് വരുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയിച്ചിട്ടില്ല, അറിയിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് കശ്മീരിലുള്ള ഈ ഹൈക്കോടതി ജഡ്ജിമാർ അത് സേഫാണ്, നമുക്ക് വേറെ മെസ്സേജ് ഒന്നും. അവർ തിരിച്ചു വരുന്ന കാര്യം അവരാണല്ലോ തീരുമാനിക്കുന്നത്. അതൊക്കെ അതിന് സംവിധാനങ്ങൾ, ഇപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റി ഇവിടെയുണ്ട്, അസംബ്ലി കമ്മിറ്റി ഉണ്ട്, അതൊക്കെ അവർ തന്നെ സംവിധാനങ്ങളുണ്ടല്ലോ ഗവൺമെൻറ്. അവരൊന്നും നമ്മളോട് സഹായം ചോദിച്ചു, പക്ഷേ നമ്മൾ അവരെയൊക്കെ അലർട്ട് ചെയ്ത് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആരാ എന്ത് സഹായം ചെയ്താലും കൊടുക്കാനായിട്ട് ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ മറ്റു മലയാളികൾക്ക് പരിക്കേറ്റതായിട്ടൊന്നും ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം മുഴുവൻ ചെയ്തിരിക്കുന്ന അവരാണല്ലോ, അവർ തന്നെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ അവരുടെ കോഫിനാണ്, പ്രത്യേക കോഫിനുണ്ടല്ലോ, ആ കോഫിനിലാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാ ബോഡികളും ഈ 27 26 പേര് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ക്രമീകരണങ്ങളെപ്പറ്റി കെ വി തോമസ് സംസാരിക്കുകയായിരുന്നു. മറ്റു മലയാളികൾക്ക് പരിക്കുകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ കെ വി തോമസും സ്ഥിരീകരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ യഥോചിതം കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു.